ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പുറമേണ് സെറ്റ് ചെയ്യണത്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ അതേ നമ്മുടെ അടുപ്പൊക്കെ സെറ്റ് കുറച്ച് പകയാണ് കേട്ടോ. ഞാനാണ് അടുപ്പ് സെറ്റ് ചെയ്തത്. അപ്പോൾ അതേ നമ്മൾ അടുപ്പൊക്കെ സെറ്റ് ചെയ്ത് തീയൊക്കെ കത്തിയുണ്ട്. കിട്ടുമെന്ന് സംശയം. കത്തിണ്ട്. അപ്പോൾ അത് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് വെള്ളം പറ്റിടി, എണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് നമുക്ക് പിന്നെ ആണോ? വെളിച്ചെണ്ണ ഇവിടെ തിളച്ചിട്ടുണ്ട്. കാണോന്നറിയില്ല. നമുക്ക് എന്തായാലും ഇതൊക്കെ ചതച്ചിട്ട് കൊടുക്കാം. കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി നമുക്ക് ഇടിച്ച് ചതച്ച് ചമ്മന്തിയൊക്കെ ഇട്ടിട്ട് കൊടുക്കാം കേട്ടോ. സ്പീഡിലാട്ടോ നമ്മളെ ഇന്നത്തെ ഒരു കോമഡി വീഡിയോ ആണ്. നമുക്ക് കരിഞ്ഞു പോവാണ്ട് നമുക്ക് ഇറക്കി കൊടുക്കണം. അതിനാണ് നമ്മുടെ ഹെൽത്തുകാരനെ നിർമ്മിച്ചേക്കണം കേട്ടോ. എളുപ്പമില്ല കേട്ടോ, ഭയങ്കര ചൂടാണ്. ഇപ്പൊ കാണുമ്പോ വെയിലൊന്നും ഇല്ലെങ്കിൽ നല്ല ചൂടുണ്ട്. ഞാനാണെങ്കിൽ ഭയങ്കര വേർപ്പ് ചെയ്ത് കേട്ടോ, പെട്ടെന്ന് വേർക്കും. ശരിയോ? ഇപ്പൊ സാധനം വളഞ്ഞ് ചിളങ്ങി പോകുന്നു. അത് പിടി ഇതുകൊണ്ട് നടക്കാട്ടോ. പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി 5 മിനിറ്റിന് വീടിനുള്ളിൽ ചെയ്ത് കഴിക്കേണ്ട സാധനമാണ്. ഇവിടെ വന്നിരുന്ന് 2-3-5 മണിക്കൂർ കൊണ്ട് ചെയ്യണം കേട്ടോ. വയസ്സായി തുടങ്ങിയെന്നു കാലൊക്കെ വരാനിരിക്കും. തടുപ്പിനുള്ളിൽ കയറിക്ക് തരും. അത്ര സ്ഥലമുള്ളൂ. ഇതൊക്കെ ഒന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ആവുന്നുണ്ട് കേട്ടോ. നമ്മളെ കുറച്ച് ഇതൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഉരുട്ടി നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമ്മുടെ മഞ്ഞപ്പൊടി ഇവിടെ ഇല്ലാട്ടോ. മഞ്ഞപ്പൊടി നമ്മള് ഒന്ന് ഒരു ഇതിന് വേണ്ടി തളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എടുത്തിട്ട് അങ്ങനെ നേരോടെ കൊണ്ട് ചൂടുവാണ്. ഒന്നും എടുക്കാണ്ടാണ് നമ്മള് കറി ഉണ്ടാക്കാൻ വന്നിട്ടുണ്ട്. എനിക്ക് കയ്യിലെടുത്തില്ല. ഇപ്പം ഏതാണ്ട് ചുവന്നുള്ളിയും ഇഞ്ചിയൊക്കെ ഇങ്ങനെ മൂത്തിട്ട് വരുന്നുണ്ടാ. ഇപ്പൊ വെക്കേഷൻ ആയിട്ട് എല്ലാവരും എന്താ പരിപാടി? ഞങ്ങള് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കലൊക്കെ തന്നെ പരിപാടി. എവിടെയും പോകണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ പോവാനുള്ള സാഹചര്യം ഇല്ല. ചിലപ്പോ പോവായിരിക്കും കേട്ടോ, ഉറപ്പില്ല. ചിലപ്പോ പോവും, ചിലപ്പോ പോവില്ല. പോവാണെങ്കിൽ എന്നോട് അടുത്ത എവിടേക്കിനൊക്കെ പോകും. എവിടെ ഡാമൊക്കെ തന്നെ റെഡിയാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ നമ്മൾ ആദ്യമൊക്കെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. മീൻ പിടിക്കാനൊക്കെ പോകുന്ന കച്ചിത്തോട്ട് ഡാം ഉണ്ട് കേട്ടോ. നമ്മൾ പിന്നെ അങ്ങനെ കാണിച്ചിട്ടില്ല. നമ്മളങ്ങനെ പോയിട്ടില്ല കേട്ടോ. നമ്മളെ ഡാം സെറ്റാക്കിയിട്ട് പുറമെന്ന് ഒരാൾക്കാർ കാണാൻ വരും. പക്ഷെ നമ്മൾ ഇതുവരെ പോയിട്ടുണ്ട്. നമുക്ക് 2 ദിവസത്തിലുള്ള നമുക്ക് അവിടേക്കൊക്കെ ഒന്ന് പോകണമെന്നുണ്ട്. കണ്ടോ, 5 മിനിറ്റ് ഇളക്കിയപ്പോഴേക്കും ഞാൻ ഇങ്ങനെ വേർത്തുടങ്ങി. പണ്ടുള്ളവർക്ക് ഇങ്ങനെയല്ലേ അടുപ്പത്തൊക്കെ വെച്ച് നമുക്ക് പരിപാടി എളുപ്പമുള്ള കാണാൻ രസമുള്ള കാര്യം. പക്ഷേ വെയിലത്തൊക്കെ വന്നിരുന്ന് ചെയ്യാൻ പറഞ്ഞാൽ അവർക്കുള്ള അവാർഡ് തന്നെ കൊടുക്കാൻ പറ്റും.
കുറച്ച് മീനാണോ ബാക്കി നമ്മൾ വറുത്തു കേട്ടോ. കുറച്ച് മീനോണ്ട് വയ്ക്കണേ. അടുപ്പൊക്കെ അപ്പ് കത്തിച്ച് നമുക്ക് നിങ്ങൾക്ക് കാണാനില്ല തോന്നൂല്ലേ. ഇത് ചട്ടി ഇവിടേക്ക് ഇത്ര ഈ ഗ്യാപ്പ് ഇരിക്കണോണ്ട് പിന്നെ നമ്മൾക്ക് അത് തന്നെ സെറ്റ് ചെയ്ത് വെച്ചേക്കാട്ടോ. നമുക്ക് വീഡിയോ പിടിച്ച് നടക്കാനുള്ളൊരു ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് നമ്മള് അങ്ങനെ സെറ്റാക്കി വെച്ചേക്കാണ്. ഇതൊക്കെ അമ്മ അടുത്ത് വെച്ചു കേട്ടോ നമുക്ക് പൊടിയൊക്കെ. കാരണം ഇപ്പൊ നമ്മളിട്ട് കഴിഞ്ഞാൽ സെറ്റ് ആയി വരില്ല. വെളിച്ചെണ്ണ നമുക്ക് വെച്ചെടുക്കാം കേട്ടോ. നമുക്ക് നല്ലോണം കളിക്കാം. ഇത് ഒരു മണമൊക്കെ വരുന്ന പറയില്ലേ, പക്ഷെ എനിക്കൊന്നും അറിയണില്ല. ഏട്ടൻ്റെ മൂക്കിച്ച് പോയോണ്ടാവുന്ന നമ്മള് പുള്ളിയില്ലേ, പുള്ളി ഇട്ട് വെച്ചേക്കാണ്. പുളിവെള്ളം ഒഴിച്ചെടുക്കട്ടെ. ഒരു കുട വളർത്തിട്ടുണ്ടെങ്കിൽ ഇത്ര വേണ്ട നമുക്ക്. കുറച്ച് മീനിലേ ഉള്ളൂ അല്ലേ. ഇത്ര ചെറിയ അടുപ്പായ ഞാൻ വലിയ കല്ലാതെ സെറ്റ് ചെയ്തായിരുന്നു. അപ്പൊ അമ്മയാണ് പറഞ്ഞത് ചെറുതാക്കാൻ. പൊട്ടില്ലേ തീനി കൊട്ടോട്ടെ. പാകത്തിന് നമുക്ക് മീനിട്ട് കൊടുക്കാം കേട്ടോ. തിളച്ചായിരുന്നോ? കൈക്ക് മീനിട്ട് കൊടുക്കാൻ മീനിട്ട് കൊടുക്കണ്ട. തീയൊക്കെ ഇപ്പോഴാണ് നല്ല അടിപൊളിയായിട്ട് കത്തിയത്. ഓലക്കൂടി ചെറുപിള്ളാണ് കത്താൻ കേട്ടോ. അതെ, ഓലക്കൂടി കഴിയാറായി. ഓലക്കൂടി കഴിഞ്ഞാൽ വേറെ ഓലക്കൂടി അപ്പ് കൊടുത്തിട്ട് വരും. വേറെ ഓലക്കൂടി ഉണ്ടെങ്കിലല്ലേ കഴിഞ്ഞാ? ആ, വേറെ ഇല്ലേ അവിടെ? ഇല്ല. സൂപ്പർ നോക്കട്ടെ. കറിയും ചക്കയും കൂടിയിട്ടല്ലേ കേട്ടോ. ചക്ക നിൽക്കുന്നുണ്ട്. ചക്ക നേരെ മുകളിൽ നിൽക്കുന്നുണ്ട് കേട്ടോ പഴുത്തിട്ട്. അപ്പം അത് ദേശം തീ കുറേ എവിടെ ആ പുക ആ സൈഡിൽ കൂടെ കയറും കേട്ടോ. പുകയുടെ ലക്ഷണങ്ങളുണ്ട്. മൊത്തം പുകയാണ്. അപ്പോൾ പിന്നെ കാണാനൊക്കെ ഉണ്ട്. അടിപൊളിയായിട്ട് അരമണിക്കൂറായിട്ടാ തിളപ്പിക്കുക. അല്ല, ഒരു മണിക്കൂറായി അടുപ്പ് കത്തിക്കാൻ തുടങ്ങിയിട്ട്. എന്തായാലും ഉരുളിയിൽ മീൻ വയ്ക്കാനാണോ ഇനി? അമ്മ ഉരുളി എടുത്ത് വരുന്നുണ്ട്. എന്താണ് അഭിപ്രായം താങ്കളുടെ? താങ്കൾ പറഞ്ഞിട്ടാണ് ഇവിടെ മുറ്റത്ത് മീൻ. ഇവൻ എന്നാ പോയത്?
അത് തെറ്റിയിട്ടാവും. ഇതുപോലെ പോയിട്ട് എന്നാ ഞങ്ങളല്ല അന്ന് പോയിട്ട് കോതമ്പൊടി മേടിച്ചു തന്നത്. അപ്പൊ അതെ നമ്മുടെ മീൻകറിയൊക്കെ സെറ്റ് ആയിട്ടാ. മീൻകറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് മീൻകറി ടേസ്റ്റ് നോക്കാം. നല്ല ഓട്ടയുള്ള കയ്യിലായതുകൊണ്ട് ചാറൊന്നും കിട്ടും. അമ്മേ ബിഗംബരല്ലോ. ഉപ്പുണ്ടോ നമുക്ക് നോക്കാം. ഉപ്പുണ്ടോന്ന് എന്റെ നോക്കണോ? ഞാൻ നോക്കണോ? കുഴപ്പമൊന്നുമില്ല ചേട്ടാ. ഉപ്പ് ചിലപ്പോ കുറവാൻ ചാൻസ് ഉണ്ട്. രസമുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. സൂപ്പർ. എന്താ സൂപ്പർ ആയിരുന്നു. ശരിക്കും പറഞ്ഞതൊന്നും നിങ്ങൾ അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ. അച്ഛനൊരു പിടിച്ചിട്ട് അച്ഛൻ വായച്ചാ. വാച്ചാ അച്ഛൻ വെന്തിട്ടാ. അത് ഓഫ് തന്നെയാ. അത് ഇത്തിരി ഉപ്പിലാക്കം കൂടുതലുണ്ട്. കൂടുതലാണോ? അത് കുഴപ്പമില്ല. തുണ്ട് കൂടുതലൊക്കെ അല്ലെങ്കിൽ കൂടുതലുണ്ടാവുള്ളൂ. അതുകൊണ്ട് കൂടുതലാ. സാധാരണ എല്ലാവരും കുറവിടുള്ളൂ. പിന്നെ ഇടാലോന്ന് ചോദിച്ചിട്ട് നമ്മുടെ ചാളക്കറിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ചാളക്കറി സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മീൻകറിയൊക്കെ സൂപ്പർ ആയിട്ട് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇടയ്ക്ക് എല്ലാവരും വീടിന്റെ പുറത്തൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് നോക്കാട്ടോ. അതുപോലെയാണ് ഞങ്ങൾ സെറ്റ് ചെയ്തത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുകയും ചെയ്യാം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ. ഞങ്ങൾ പുതിയ വീഡിയോസ് ഒക്കെ ആയിട്ട് എല്ലാവരും നല്ലോണം വീഡിയോ ഒക്കെ കണ്ടോളൂ. അതെ ഫുള്ളായിട്ട് കാണണം. കണ്ടോളാട്ടോ. ശരി, അപ്പൊ ബൈ ബൈ. ബൈ ബൈ വീഡിയോ കാണുന്നവരെ ബൈ ബൈ. ബൈ ബൈ.